ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് നമ്മുടെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് 13 നോയമ്പ്. നോമ്പിൻ്റെ 8-ാം ദിവസം ജൂൺ 23, വിശുദ്ധ മത്തായി ശ്ലീഹ യാ ലേവി. സുവിശേഷകർത്താവും കൂടിയായ വിശുദ്ധ മത്തായി ശ്ലീഹായ്ക്ക് ലേവി എന്ന പേരും ഉണ്ടായിരുന്നു. ഗലീല പ്രദേശത്ത് കവർന്നുകൂവിൽ ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണ് യേശു അദ്ദേഹത്തെ വിളിച്ചത്. വിശുദ്ധ മത്തായി ആദ്യം യഹൂദിയയിൽ സുവിശേഷം അറിയിച്ചിട്ട് കിഴക്ക് ദേശത്തേക്ക്, പ്രത്യേകിച്ച് പാർഥ്യ, മേത്യ, പേർഷ്യ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷ വേലയ്ക്കായി പോയി. കൂടാതെ ആഫ്രിക്കയുടെ വടക്കിഴക്ക് ഭാഗത്തും അദ്ദേഹം പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. മരിച്ച അബ്ജാനിയ എന്ന രാജകുമാരിയെ അദ്ദേഹം ഉയർപ്പിച്ചു. അതറിഞ്ഞ രാജാവും പ്രജകളും ഭൂരിപക്ഷം ആ ദേശത്ത് താമസിച്ച മറ്റ് ആളുകളും ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആദ്യം അരമായ ഭാഷയിൽ ആണ് എഴുതിയത്. പിന്നീട് ആ സുവിശേഷം ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ യഹൂദന്മാരാൽ കൊല്ലപ്പെട്ട് അന്ത്യോക്യായിൽ അടക്കപ്പെട്ടു എന്ന് പൊതുവെ വിശ്വസിക്കുന്നു. അടുത്തത് ശ്ലീഹാ നോയമ്പിൻ്റെ 9-ാം ദിവസം ജൂൺ 24, വിശുദ്ധ ഫിലിപ്പോസ് ശ്ലീഹ. ഫിലിപ്പോസും ബത്സയിദക്കാരനായിരുന്നു. ഫിലിപ്പോസിനോട് യേശു പറഞ്ഞത് എൻ്റെ പിന്നാലെ വരിക എന്നാണ്. യാഥാർത്ഥ്യബോധത്തോടെയും പരമാർത്ഥതയോടെയും സംഗതികൾ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സൂക്ഷ്മത ഫിലിപ്പോസിൻ്റെ പ്രത്യേക കൈമുതൽ ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നഥനയേലിന് യേശുവിനെ കാണിച്ചു കൊടുത്തതും ഫിലിപ്പോസ് ആണ്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 46 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. 5000-ലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ 200 വെള്ളിക്കാശ് തികച്ചും അപര്യാപ്തമാണ് എന്ന കാര്യം ആ യഥാർത്ഥ ബോധത്തോട് ഫിലിപ്പോസ് യേശുവിനോട് പറഞ്ഞതായും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. യവനന്മാർ യേശുവിനെ കാണാനായി ആദ്യമായി സംസാരിച്ചത് ഫിലിപ്പോസിനോട് ആണ്. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് യേശുവിനോട് പറഞ്ഞ ശിഷ്യൻ ഈ ഫിലിപ്പോസാണ്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പോസിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രേഖയിൽ അദ്ദേഹം ഏഷ്യയിലെയും ലിബിയയിലെയും വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞ് ഒഫിയോറിമ എന്ന ഏഷ്യയിലെ ഹീറാപോലീസിൽ വെച്ച് രക്തസാക്ഷിത്വം പ്രാപിച്ചു എന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ഒരു കമ്പിയിൽ കോർത്തിട്ട് മരത്തിൽ തലകീഴായി തൂക്കിയിട്ടു. ആ മരണത്തിന് ബർത്തുൽമായി ശ്ലീഹായും സാക്ഷിയായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. അടുത്തത് ശ്ലീഹാ നോമ്പിൻ്റെ 10-ാം ദിവസം ജൂൺ 25, വിശുദ്ധ പത്രോസ് ശ്ലീഹ. പത്രോസ് ശ്ലീഹ 3 പേരുകളാൽ അറിയപ്പെട്ടു. 1 ശീമോൻ, 2 കേഫ, 3 പത്രോസ്. കേഫ എന്ന് പറഞ്ഞാൽ അരമായ ഭാഷയിലാണ് പാറ എന്നർത്ഥം. പത്രോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് പാറ എന്ന് തന്നെ അർത്ഥം. ശിമയോന്റെ ലോപിച്ച രൂപമാണ് ശിമോൻ. കേഫ എന്ന പേര് യേശു ശിമോന് കൊടുത്ത പേര് ആണ്. തികഞ്ഞ പരമാർത്ഥതയും നേതൃത്വ പാഠവും ഉണ്ടായിരുന്ന ശ്ലീഹ ആണ് പത്രോസ് ശ്ലീഹ എന്ന് നമുക്ക് ഏവർക്കും അറിയാം.
നിർമ്മല സ്നേഹവും നിറഞ്ഞ ഒരു വ്യക്തിത്വവുമാണ് പത്രോസിൽ നാം കാണുന്നത്. ആയതുകൊണ്ട് ശിഷ്യ സമൂഹത്തിൽ ഒന്നാമനായും യേശുവിൻ്റെ ഏറ്റവും ഉറ്റ ബന്ധമുള്ള ശിഷ്യന്മാരിൽ ഒരാളായും അദ്ദേഹത്തെ നാം കാണുന്നു. മരുരൂപ മലയിലും ഗത്സമന തോട്ടത്തിലും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തോടെ ശിഷ്യ സമൂഹത്തിൻ്റെ നേതാവായി പത്രോസ് കാര്യങ്ങൾ വളരെ ഭംഗിയായി ക്രമീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഉള്ള ആദ്യ പ്രസംഗങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളും ആദ്യത്തെ തടവുപുള്ളി ആയതും വിശുദ്ധ പത്രോസ് ശ്ലീഹ തന്നെ ആണ്. വിശുദ്ധ പത്രോസ് യഹൂദിയയിലും പരിസര പ്രദേശങ്ങളിലും അന്ത്യോക്യയിലും അതിൻ്റെ ചുറ്റുപാടും ഉള്ള ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും റോമിലും തൻ്റെ സുവിശേഷം അറിയിച്ചു എന്ന് ചരിത്രം പറയുന്നു. നീറോ ചക്രവർത്തിയുടെ തീരുമാനപ്രകാരം അദ്ദേഹം ക്രൂശിൽ തറയ്ക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടു. തൻ്റെ ആഗ്രഹം പ്രകാരം അദ്ദേഹം തലകീഴായി ക്രൂശിലേറ്റി. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം AD 67 ജൂൺ 29 വിശുദ്ധ പൗലോസിനോടൊപ്പം സംഭവിച്ചു എന്ന് ചരിത്രം പറയുന്നു. വിശുദ്ധ പത്രോസിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്താണ് റോമിലെ സുപ്രസിദ്ധമായ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ പത്രോസിൻ്റെ 2 ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ ഉണ്ട്. ഒന്നാം ലേഖനം യെരുശലേമിൽ വെച്ചും 2ാം ലേഖനം റോമിൽ വെച്ചും എഴുതിയതാകണം എന്ന് ചരിത്രകാരന്മാർ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അടുത്തത് ശ്ലീഹാ നോമിൻ്റെ 11ാം ദിവസം ജൂൺ 26 വിശുദ്ധ എരിവുകാരനായ ശീമോൻ ശ്ലീഹ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാളെ ഇത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.